ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം. ഇപ്പം ഒരു 6 മണി തൊട്ട് ഒരു 8 മണി വരെയുള്ള സമയത്തിൻ്റെ അടുക്ക് ഞാൻ ചെയ്യുന്ന ചെറിയൊരു കുക്കിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം ചെറിയ ക്ലീനിങ് എല്ലാം ചെയ്തതിന് ശേഷം അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കലാണ്. ആദ്യം അടുപ്പിൽ ചാരെല്ലാം വാരി ഇതുപോലെ ശരിയാക്കിയെടുക്കുന്നു. ഈ ചാരെല്ലാം ഞാനെപ്പോൾ സൂക്ഷിച്ച് വെക്കും ഒരു സഞ്ചിയിൽ. പിന്നെ നമുക്ക് എന്തെങ്കിലും നടുന്നതിനെല്ലാം വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുപ്പ് 3 കത്തിച്ചിടും രാവിലെ തന്നെ. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ രാവിലെ എല്ലാ അടുപ്പും കത്തിച്ച് നമുക്ക് ഓരോ അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീർത്തെടുക്കാം. ഇതിപ്പം ചെറിയ ചുള്ളി വിറക് പോലത്തെ വിറകായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്നുണ്ട്. എനിക്കധികം ഗ്യാസിലെല്ലാം സാധനങ്ങൾ വെക്കുന്നതിനെക്കാട്ടി ഇതുപോലെ വിറകടുപ്പിൽ വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഉണ്ടെങ്കിലും അധികം ഇങ്ങനെ അടുപ്പിൽ തന്നെയാണ് ഉപയോഗിക്കൽ. ആദ്യം ചായക്കുള്ള വെള്ളം ഒരടുപ്പിൽ വെക്കുന്നു. പിന്നെ രണ്ടാമതെപ്പോൾ ഞാൻ വെക്കുന്നത് ചോറിനുള്ള വെള്ളം വെക്കലാണ്. കാരണം 2 മണിക്കൂറിലുണ്ടാവും ഈ മട്ട അരി ആയതുകൊണ്ട് വേവ്. അപ്പോൾ അത്ര സമയം വേവുന്നതുകൊണ്ട് ഒരടുപ്പിലെപ്പോൾ ചോറ് രാവിലെ തന്നെ ഇട്ട് വെക്കും. ഒരു 8 മണി വരെ ചെയ്യാൻ പറ്റും. പിന്നെ 8 മണിക്ക് ശേഷം പിന്നെ ജോലിക്ക് പോകേണ്ട തിരക്കെല്ലാം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരി ഇട്ട് വെക്കുന്നത്. ഇനി അടുത്ത അടുപ്പിൽ ഇന്ന് പുട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അന്നേരം അതിനുള്ള കറിയായിട്ട് കടലക്കറി വെക്കാനാണ് വെച്ചിട്ടുള്ളത്. ഈ സമയം തന്നെ ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചായപ്പൊടി ഇടുന്നു. പാൽ ഇന്നലെ മേടിച്ചില്ലേനു, അതുകൊണ്ട് പിന്നെ കട്ടൻ ചായ തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. കടല പകുതി വേവായി വന്നിട്ടുണ്ട്. ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചായ നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇനിയിപ്പോൾ ഈ അടുപ്പ് കാലിയായതുകൊണ്ട് ഈ അടുപ്പിൽ ഇത് പുട്ടിനുള്ള വെള്ളം ചൂടാകാൻ വെച്ചിട്ടേ ഉള്ളത്. ഇനി പുട്ടിനുള്ള ചൂടുവെള്ളം ആയി വരുന്ന സമയത്ത് പിന്നെ കുറച്ച് മുറ്റത്തിറങ്ങി കുറച്ച് സമയം മുറ്റമെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ട് കയറി വരാമെന്ന് വെച്ച്. രാവിലെ പിന്നെ ഒരു 6 മണി മുതൽ ഒരു 8 മണീൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് പോലും സമയം വേസ്റ്റ് ആക്കാനില്ല. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കലാണ്. ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ടാവും. അന്നേരം അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ മീൻ വണ്ടി വരുന്നുണ്ട്. അപ്പം പിന്നെ കുറച്ച് അയല വാങ്ങി. ഇനി പുട്ടിനുള്ള വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പുട്ട് പൊടി നല്ലോണം ഒന്ന് കുഴച്ച് പരുവത്തിലാക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട്
ഇതിപ്പോൾ അജ്മീൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി പിടിച്ചിട്ട് നല്ലോണം ഡ്രൈ ആയിപ്പോവും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കലാണ്. കുറച്ച് തേങ്ങ ചിരകിയതും കൂടി നമ്മൾ പുട്ട് ഇങ്ങനെ ആക്കുന്നതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പുട്ടിൻ്റെ ഇതിനകത്ത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ ചിരകുമ്പോൾ എപ്പോൾ ഒരു ദിവസത്തെ കറിക്കുള്ള ഫുള്ള് തേങ്ങ അന്നേരം ചിരകലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിരകണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം 3 കൂട്ടം കറിയാണെങ്കിൽ 3 കൂട്ടം കറിക്കുള്ള തേങ്ങ ചിരകി വെക്കും. മൂന്ന് കുറ്റി പുട്ട് ഒരുമിച്ച് നമുക്ക് ആക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ല എളുപ്പമാണ്. എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അത് വെന്ത് വരുന്ന സമയം വരെ നമുക്ക് പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ചിരകിയ തേങ്ങേൻ്റെ മുറിയുള്ളതുകൊണ്ട് ആ ചിരട്ട പൊത്തി വെക്കാൻ എടുത്തിട്ടുണ്ട്. ചോറ് പകുതി വേവായിട്ടുണ്ട്. അതുപോലെ കടലക്കറിയും വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അധികം ഇങ്ങനെ അടുപ്പിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷീറ്റ് പുകയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അടുപ്പ് പുകച്ചുകൊണ്ടിരിക്കണം. അപ്പം പിന്നെ ആ സമയം ചോറും എല്ലാം അടുപ്പിൽ തന്നെ വെക്കും. കടല വേവായിട്ടുണ്ട്. അപ്പോൾ കടലക്കറി ആക്കാനുള്ള തേങ്ങയെല്ലാം അരക്കാൻ വേണ്ടിയിട്ട് കൂട്ട് തയ്യാറാക്കി എടുക്കലാണ്. ഓയിൽ ഒഴിച്ച് കുറച്ച് കടലക്കറിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയതിടുന്ന ഒരു ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ പെരുംജീരകം, കാശ്മീരി മുളക് പൊടി എല്ലാം കുറച്ച് കുറച്ചേ ഞാനിടുള്ളൂ. പിന്നെ ചിക്കൻ മസാല കുറച്ചിടും. കുറച്ച് മഞ്ഞൾപ്പൊടി. എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. പൊടി കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് പാകത്തിന് ഇത്ര ഇത് ആയിക്കഴിഞ്ഞാൽ വാങ്ങിച്ച്
പുട്ടും വെന്ത് വന്നിട്ടുണ്ട്. അത് ഇനി എടുത്ത് മാറ്റി വെക്കണം. ഇനി കടലക്കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി കടലക്കറി അരപ്പെല്ലാം തിളച്ച് വരുന്ന സമയത്ത് പുട്ട് വാങ്ങി ഒരു പാത്രത്തിലാക്കി വെക്കുക. ഈ അടുക്കളയിൽ ഒരു 8 മണി വരെയുള്ള സമയം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രമെല്ലാം കഴുകി പിന്നെ അലക്കാനിലെല്ലാം അലക്കി ശരിയാക്കി പിന്നെ പോകുന്നത്. അതിനിടയ്ക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന പരിപാടി നോക്കും. പുട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും വേവായി. കടലക്കറിക്കിന് കടുക് താളിച്ചിടണം. അങ്ങനെ നമ്മൾ കടലക്കറിയും പുട്ടും ആയിട്ടുണ്ട്. ഇനി ഈ അടുപ്പിൽ തീയെല്ലാം കെട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഈ അടുപ്പിൽ തന്നെ വെക്കും. അടുത്ത മോര് കറി വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മോര് കറിക്ക് കുറച്ച് വെള്ളരിക്ക അരിഞ്ഞെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളരിക്കക്ക്. മോരിനായതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ കുറച്ച് കൂട്ടിയിടണം. ഇനി ആവശ്യത്തിന് മോര് കറിക്കുള്ള തേങ്ങയും കൂടി ചേർക്കുന്നത്. അതിനകത്ത് പച്ചമുളക്, മുളക്, ജീരകം, ഉള്ളി, കരിവേപ്പില, മഞ്ഞൾപ്പൊടി അരപ്പ് തയ്യാറാക്കിയെടുത്ത് വെള്ളരിക്ക വെന്ത് വന്നതിനകത്തേക്ക് അരപ്പിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ തൈര് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് അങ്ങനെ അധികം തിളപ്പിക്കൂല, പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കണം. ചെറിയ ചൂട് മാത്രം ആക്കിയാൽ മതി.
ഇനി കടുകെല്ലാം വറുത്ത് കൊടുക്കാം. അങ്ങനെ മോര് കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആ ദോശക്കല്ല് വെച്ച് എന്തിനാന്ന് വെച്ചാൽ മീൻ പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ കല്ല് ചൂടാകാൻ വേണ്ടിയിട്ട് മീൻ മുറിക്കുന്നതിൻ്റെ മുമ്പേ കല്ല് എടുത്ത് വെച്ചിട്ടാണ്. എന്നാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ മീൻ മുറിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് മീൻ വറുത്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻ അടുപ്പത്തുനിന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ രാവിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. മാങ്ങ ചമ്മന്തിയും കൂടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നു. തോരനാക്കിയിട്ടില്ല ഇന്നത്തെ, അപ്പം പിന്നെ മാങ്ങ ചമ്മന്തി ഒന്ന് ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.